ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷയിൽ ഗണ്യമായ വർധനയെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനാ റിപ്പോർട്ട്. ക്ഷേമാധിഷ്ഠിത വികസനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി 6405 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 6.3% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 1-ൽപ്പെട്ട വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പരിമിതമായ അധികാരങ്ങളാണുള്ളതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയം. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്കു കപ്പൽ മുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷയിൽ ഗണ്യമായ വർധനയെന്ന റിപ്പോർട്ട്. 2015-ൽ 19% സാമൂഹിക സുരക്ഷാ പരിരക്ഷ 2025-ൽ 64.3% അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 94 കോടി പേർ ഒരു സാമൂഹിക സുരക്ഷയുടെയെങ്കിലും പരിധിയിൽ ഉൾപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേമാധിഷ്ഠിത വികസനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ജനപക്ഷ പദ്ധതികൾ പരമാവധി പൌരന്മാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതായും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ പുതിയ കണക്കുകളെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 11 വർഷത്തിൽ രാജ്യത്തുണ്ടായ സമഗ്ര വളർച്ച വിവിധ മേഖലകളിൽ പ്രതിഫലിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ വളർച്ചയുടെ യാത്ര ഉൾപ്പെടുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 6405 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ 7 ജില്ലകളെ ഉൾപ്പെടുത്തി നിലവിലുള്ള റെയിൽവേ ശൃംഖല 318 കിലോമീറ്റർ ദീർഘിപ്പിക്കുന്ന 2 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ മെച്ചപ്പെട്ട യാത്രാ സൌകര്യം, കുറഞ്ഞ ചെലവിൽ ചരക്ക് കൈമാറ്റം, കുറഞ്ഞ കാർബൺ ബഹിർഗമനം എന്നിവ ഉറപ്പാക്കാനാകുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പദ്ധതികളുടെ നിർമ്മാണ കാലയളവിൽ ഏകദേശം 108 ലക്ഷം നേരിട്ടുള്ള തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Every percentage point reduction in logistics cost means that much more competitive industry. हम export ज्यादा कर सकते हैं, हम अपने production की cost को low रख सकते हैं. So this is really important for all of us. पिछले 1 साल में एयरपोर्ट्स में, पोर्ट्स में, हाईवे में, रेलवे में, मेट्रो में, इलेक्ट्रिक व्हीकल में और रोपवेज में सभी में बहुत अच्छा ट्रांसपोर्टेशन का करीब 4.5 लाख करोड़ रुपए का इन्वेस्टमेंट अप्रूव हुआ है, जो कि देश के लिए हमारे विकसित भारत बनाने के सपने में बहुत बड़ा फाउंडेशन का रोल प्ले करेगा. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 6.3% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക്. ലോകത്ത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായിരിക്കും ഇന്ത്യയെന്നും ലോകബാങ്കിന്റെ ഗ്ലോബൽ ഇക്കണോമിക് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വർദ്ധിച്ചുവരുന്ന വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2008 ശേഷമുള്ള ഏറ്റവും മന്ദഗതിയിലുള്ള വേഗതയിലായിരിക്കും ആഗോള വളർച്ചയെന്നും റിപ്പോർട്ട് പറയുന്നു. പ്രതിദിന വേരിയബിൾ റേറ്റ് റിപ്പോ ലേലം നിർത്തലാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കിംഗ് സംവിധാനങ്ങളിലെ പണലഭ്യതയിലുണ്ടായ വർധനയെ തുടർന്നാണ് തീരുമാനം. നികുതി സംബന്ധമായ പണമൊഴുക്കും വിദേശ നാണ്യ ഇടപെടലുകളും മൂലമുണ്ടായ ഹ്രസ്വകാല പണലഭ്യത പരിമിതി ലഘൂകരിക്കുന്നതിനായി 2025 ജനുവരി 16-നാണ് ദിവസേനയുള്ള ലേലങ്ങൾ ആരംഭിച്ചത്. ഫാമിലി പെൻഷൻകാരുടെയും മുതിർന്ന പൌരന്മാരായ പെൻഷൻകാരുടെയും പരാതികൾ പരിഹരിക്കുന്നതിനായി 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ക്യാമ്പയിന് അടുത്ത മാസം തുടക്കം കുറിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്ര പെൻഷൻ വകുപ്പും പെൻഷൻകാരുടെ ക്ഷേമ വകുപ്പും സംയുക്തമായാണ് പരാതി പരിഹാര യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഇതുവരെ 2210 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതികൾക്ക് കാര്യക്ഷമമായ പരിഹാരം നൽകുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെൻഷൻ സെക്രട്ടറി പറഞ്ഞു. ജനാധിപത്യം, ബഹുസ്വരത എന്നീ മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കി ഇന്ത്യ യൂറോപ്യൻ പാർലമെന്ററി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട മെറ്റ്സൂലയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ എന്നിവയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടുകളെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു.
രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7121 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ 2223 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് വകഭേദങ്ങൾക്ക് തീവ്രത കുറവാണെങ്കിലും രോഗവ്യാപന ശേഷി കൂടുതലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കല്പ അഭിയാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, തൂണേരി, പുറമേരി എന്നിവിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ നടന്നു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 1ൽപ്പെട്ട വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വളരെ പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂവെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. വന്യമൃഗങ്ങളെ പിടികൂടാനോ മയക്കുപിടി വയ്ക്കാനോ സാധിക്കാതെ വരുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇവയെ കൊല്ലാനുള്ള ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുള്ളത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള കേരളത്തിന്റെ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആവശ്യമെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ +1-ൽ 10% മാർജിനൽ സീറ്റ് വർധനവ് അനുവദിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഉത്തർപ്രദേശിൽ 44ാമത് ജൂനിയർ ഗേൾസ് ദേശീയ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനിടെ പരിക്കേറ്റ പ്രജിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ ചെലവ് നൽകാനും തീരുമാനമായി. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. വോട്ടെടുപ്പ് നടപടികളിൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കി. കപ്പലിനെ ഉൾക്കടലിലേക്ക് കൂടുതൽ വലിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. തീ അണയ്ക്കുന്നതിനും കാണാതായ 4 പേരെ കണ്ടെത്തുന്നതിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കാരണങ്ങൾ ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്ക് ലഭ്യമാകൂ. തീ കംപ്ലീറ്റ് അണച്ചു കഴിഞ്ഞാൽ ഇതിനെ വലിയ ടഗുകളുടെ സഹായത്തോടു കൂടി ടോ ചെയ്ത് കരയിൽ ഏതെങ്കിലും പോർട്ടിലേക്ക് അടുപ്പിക്കാൻ ശ്രമമാണ് നടത്തുന്നത്. മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന അളവിൽ ഈ പറയുന്ന കപ്പൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. തീ അണയ്ക്കുക എന്നുള്ള ആദ്യ പരിശ്രമവും ഈ മിസ്സിംഗ് മറൈനേഴ്സിനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അകത്തുണ്ടെങ്കിൽ അതും എടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ദൗത്യം. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്കുകപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കപ്പൽ കമ്പനിയെ 1-ാം പ്രതിയും ഷിപ്പ് മാസ്റ്ററിനെ 2-ാം പ്രതിയും കപ്പൽ ജീവനക്കാരെ 3-ാം പ്രതിയുമാക്കിയാണ് കേസ് എടുത്തത്. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവം. അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും കോട്ടയം മുതൽ വയനാട് വരെയുള്ള 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 14 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിനത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓസ്ട്രേലിയ 47 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺ എന്ന നിലയിലാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കെനിയയിൽ ബസ് അപകടത്തിൽ ഖത്തറിൽ നിന്നുള്ള 5 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നീറോബിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് സാമൂഹിക സുരക്ഷാ പരിരക്ഷയിൽ ഗണ്യമായ വർധനയെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനാ റിപ്പോർട്ട്. ക്ഷേമാധിഷ്ഠിത വികസനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി 6405 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 6.3% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 1ൽപ്പെട്ട വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പരിമിതമായ അധികാരങ്ങളാണുള്ളതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം.
കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയം. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ICC ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.